ഞാൻ ഇടയ്ക്കൊക്കെ വെറുതെ സ്ക്രീം ചെയ്ത് നോക്കും ആരെങ്കിലും കേൾക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഒരുപാട് മേലേക്ക് കയറിയപ്പം ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരുടെയും സൗണ്ട് കേട്ടു. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു 4 or 5 kilometers അവേ ആയിരുന്നു ആ ടൈം. വിത്തിൻ എത്ര മിനിറ്റ്സ് എനിക്കറിയില്ല, അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇവർ എൻ്റെ അടുത്ത് എത്തി. ഞാൻ ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ വെറുതെ ട്രൈ നോക്കും ആരെങ്കിലും കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോയത് പിന്നെ ആടെ അത് നിൽക്കുന്ന സ്ഥലമല്ല, അത് ആരും പോവില്ല അങ്ങനത്തെ സ്ഥലം. ഉറപ്പായിട്ടും നൈറ്റ് ഒക്കെ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ അവിടെ എന്തോ മലയുണ്ടായിരുന്നു. അതിന്റെ ഓഫീസ് ടീം മൊത്തം ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങള് അവിടെ മിനിയാന നൈറ്റ് എല്ലാം അവിടെ എല്ലാം നമ്മ ബെലിങ്ങനായിട്ട് കൂത്തിട്ട് അതെല്ലാം കേട്ടിന് നമുക്ക് മിനിയാന നൈറ്റ് ഇന്നലെ നൈറ്റ് എല്ലാം നമ്മ അവിടെ കൊറേ വിളിച്ച് കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചിപ്പോ 3 ദിവസമൊക്കെ കണ്ടപ്പം ഞാൻ ഒരു ഡ്രോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിസിബിലിറ്റി ഉള്ള ഏരിയയിൽ തന്നെ സ്റ്റേ ചെയ്ത് 2 ദിവസം. അപ്പം എനിക്ക് മേ ബി അറിഞ്ഞിട്ടില്ലായിരിക്കും. നടന്നു നോക്കാം. ഇന്ന് എൻ്റെ പ്ലാൻ ഏതെങ്കിലും ഒരു എത്തിക്കഴിഞ്ഞാൽ മീൻസ് തടിയൻ്റെ മോൾ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പീക്കിലെത്തിയാൽ താഴത്തേക്ക് നോക്കിയാൽ ഐദർ തടിയൻ്റെ മോൾ കണ്ടുപിടിക്കാൻ പറ്റും, ഹയസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെക്കിൻ്റെ ട്രെയിൽ കാണാൻ പറ്റും. അതായിരുന്നു പ്ലാൻ. കുടുംബം മാത്രമല്ല, സുഹൃത്തുക്കൾ മാത്രമല്ല, കേരളം മൊത്തം ശരണ്യക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. ഇല്ല. തടിയൻ്റെ മോൾ അത്യാവശ്യം ഫേമസ് ആണ്. കൂർഗിൽ ഹയസ്റ്റ് പീക്കാണ്. ബൈക്കിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എക്സ്പേർട്ട് ഒന്നുമില്ല. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് ഞാൻ ട്രക്കിംഗ് ഒക്കെ നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പം കൂർഗിൽ ഏതായാലും വരുന്നോണ്ട് ഇവിടെ ഒന്നും ഇല്ല, ആരെയും വിളിച്ചിട്ടില്ല. വിളിക്കണം. നെറ്റ്വർക്ക് ഭയങ്കര